ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഒരു ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾക്ക് വേറൊരു പാത്രം എടുക്കാം. അതിനകത്തോട്ട് 1 കപ്പ് കടലമാവാണ് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിനകത്തോട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, ഏത് മുളക് പൊടി ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയെടുക്കുക. എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ വേണം ഇളക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു അരിപ്പയ്ക്കകത്തോട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും മരിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പം പൊടികളെല്ലാം എല്ലാ ഭാഗത്തേക്കും മിക്സായി കിട്ടും. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ്. കുറച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതേപോലെ പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ എല്ലാ ഭാഗത്തേക്കും മിക്സാക്കുക. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ഉരുളക്കിഴങ്ങ് എടുക്കാം. മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തോട്ട് ഇതിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേവിക്കാത്ത ഉരുളക്കിഴങ്ങായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. വേവിച്ച ഉരുളക്കിഴങ്ങ് വെച്ച് ഇത് ചെയ്താൽ ശരിയാവത്തില്ല. ഇപ്പം ഞാൻ മിക്സിക്കകത്തോട്ടെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഈ അരച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊടിക്കകത്തോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളമില്ലാതെ തന്നെ ഇത് നന്നായി കുഴഞ്ഞു കിട്ടും. ആദ്യമേ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. കൈ വെച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇപ്പോൾ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ സ്പൂൺ വെച്ച് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലപോലെ പിന്നെ കുഴച്ചെടുക്കാം. ഇപ്പം ഓൾമോസ്റ്റ് ഞാൻ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പം കൈവച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. ഇനി അഥവാ വെള്ളം കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് ഉരുളക്കിഴങ്ങ് ചേർത്തിയതിൻ്റെ വെള്ളം കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചും കൂടെ കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇട്ട് കൊടുക്കാം. കയ്യിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതേപോലെ കയ്യിൽ കുറച്ച് എണ്ണയാക്കുക. എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കൊന്ന് തേച്ച് കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമ്മളുടെ മാവ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒരുപാട് കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിനകത്ത് തീരെ വെള്ളം ചേർത്തിട്ടില്ല. ഉരുളക്കിഴങ്ങ് അരച്ച ആ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾക്ക് മുറുക്കുണ്ടാക്കുന്ന സേവനാഴി എടുക്കാം. എന്നിട്ട് അതിനകത്തും കൂടെ എണ്ണ കുറച്ച് തേച്ച് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അച്ച് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇതേപോലത്തെ അച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മാവുന്ന് കുറച്ചെടുത്തതിന് ശേഷം ഇതേപോലത്തെ ഒരു ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് നിറച്ച് കൊടുക്കാം. അപ്പം പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കി തീർക്കാനും പറ്റും. ബാക്കി മാവ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് അടച്ചു വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും. ഇപ്പം എനിക്ക് കുറച്ച് മാവ് ഇവിടെ ബാക്കി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് മുറുക്കുണ്ടാക്കാനുള്ള എണ്ണ അടുപ്പത്തോട്ട് വെക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ സാധാരണ മുറുക്കുണ്ടാക്കുന്ന പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യമേ തന്നെ നന്നായിട്ടൊന്ന് ചൂടാവണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കുക. അതിനുശേഷം തീ ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾക്ക് മുറുക്കുണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട്. ഇപ്പം ഒരുപാട് തീയില്ല. തീ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. ഞാനിവിടെ ഇപ്പം ഷേപ്പൊന്നും ആക്കുന്നില്ല. പിന്നെ നമ്മൾ മുറുക്കുണ്ടാക്കുമ്പം ഇതേപോലെ മുറിയാതെ വീഴണം. മുറിയാതെ വീഴുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകമായിട്ടുണ്ടാവുക. എന്നാലാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. ഒരുപാട് മുറിഞ്ഞാണ് വീഴുന്നതെങ്കിൽ വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ടായിരിക്കും. അന്നേരം കുറച്ചും കൂടെ അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഇട്ട് കൊടുത്താൽ മതി. ഇതിവിടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാനൊന്നത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമും ആക്കരുത്, ലോ ഫ്ലെയിമും ആക്കരുത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഇത് മുരിയാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മളുടെ മുറുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിത് എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു മുറുക്കാണ്.
എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് സമയവും ആവശ്യമില്ല, ചേരുവകളും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടെ ചെയ്തെടുക്കുക. എല്ലാ മുറുക്കും ഉണ്ടാക്കിയെടുക്കുക. ഇനി നമ്മൾക്ക് ആദ്യത്തെ ട്രിപ്പിൽ ഉണ്ടാക്കി വെച്ച മുറുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയുന്നില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്